ടി സിദ്ദിഖ്, ഒരു ബഡ്ജറ്റിൽ എല്ലാ വിഭാഗത്തിനും എല്ലാ സെക്ടറിനും സന്തുലിതമായി തുക നീക്കിവെക്കുകയും അതിന് വേണ്ട തുകകൾ കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ശ്രമകരമായ കാര്യം. അതിനാണ് മിടുക്ക് കാട്ടേണ്ടതും സാമ്പത്തിക വിദഗ്ധരും ബഡ്ജറ്റ് തയ്യാറാക്കുന്നവരും ഒക്കെ തന്നെ. ഈ ബഡ്ജറ്റിൽ സാമൂഹ്യക്ഷേമ പദ്ധതികൾക്ക് കുറേ ശബ്ദം ഉണ്ട് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ അത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള ശബ്ദമായി മാത്രം കണ്ടാൽ മതി എന്ന വിമർശനവുമുണ്ട്. ഇതൊക്കെ നടപ്പിലാക്കണമെങ്കിൽ മൂലധന നിക്ഷേപമാണ് വേണ്ടത്. അത് കാര്യമായി കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് ഇതിനകം തന്നെ സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞു കഴിഞ്ഞു. അതെവിടെ നിന്നാണെന്ന് നിങ്ങൾ പറയുന്നുമില്ല. എങ്ങനെയാണ് അത് ചേരുക? ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സന്ദർഭത്തിൽ മാത്രം സാമൂഹ്യക്ഷേമ പദ്ധതികളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു നയം സ്വീകരിച്ച ഒരു ഗവൺമെൻറ് അല്ല UDF ഗവൺമെൻറ്. ഞങ്ങൾ അധികാരത്തിൽ വന്ന ഇപ്പോൾ ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്ന ബഡ്ജറ്റ് UDF ഗവൺമെൻറ്റിൻ്റെ ഒരു ഫിലോസഫിയാണ്. അത് വികസനം, 2 കരുതൽ, അതിൻ്റെ കൂടെ ഒരു മുദ്രാവാക്യം കൂടെ ഞങ്ങൾ ആഡ് ചെയ്തു. അതാണ് കനിവ്. ആ കനിവെന്ന് പറയുന്ന മുദ്രാവാക്യത്തെ അന്വർത്ഥമാക്കുന്ന നിരവധി നടപടികൾ ഈ ബഡ്ജറ്റിൽ കൂടുതലായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ ഞങ്ങളുടെ നിലവിലുള്ളതായിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ആദ്യ സന്ദർഭത്തിൽ തന്നെ ഞങ്ങൾ സ്വീകരിച്ച കുറേ സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകൾ സോഷ്യൽ വെൽഫെയർ സ്കീംസിൽ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഒരു ലാൻഡ്മാർക്കായിട്ടുള്ള മാതൃകകൾ സൃഷ്ടിച്ചതായ അന്വർത്ഥമായ നടപടികൾ സ്വീകരിച്ച ഒരു ഗവൺമെൻറ്റാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്. നമുക്കറിയാം, ഫസ്റ്റിൽ തന്നെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി പ്രോജക്റ്റ് ഇന്ത്യയിൽ ഒരു മാതൃകയാണ്. 2, ലോട്ടറി വിറ്റുകൊണ്ട് അതിൽ നിന്നുണ്ടാക്കുന്നതായ പണ സമാഹരണത്തിലൂടെ കേരളത്തിലെ കാരുണ്യ ബലവൻ്റ് സ്കീം ഉൾപ്പെടെയുള്ള നടപടികൾ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് ഉൾപ്പെടെയുള്ള നടപടികൾ, സുഹൃതം പദ്ധതി, ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ച നടപടി, സീറോ ലാൻഡ്ലെസ് സ്റ്റേറ്റ് പദ്ധതി, അങ്ങനെ തുടങ്ങി ജനറിക് മെഡിസിൻ ഫ്രീ ആയി കൊടുത്തതായിരിക്കുന്ന നടപടികൾ, ഒരു സോഷ്യൽ വെൽഫെയർ സ്കീം, കൂട്ടിരിപ്പുകാർക്ക് പെൻഷൻ പ്രഖ്യാപിച്ച നടപടികൾ, അങ്ങനെ തുടങ്ങി ഒരു വലിയ വിപ്ലവകരമായിട്ടുള്ള സോഷ്യൽ വെൽഫെയർ സ്കീംസ് 4.5 കൊല്ലത്തിനിടക്ക് കേരളത്തിൽ വളരെ അഭൂതപൂർവമായ രീതിയിൽ നടപ്പിൽ വരുത്താൻ സാധിച്ച ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ UDF ഗവൺമെൻറ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഗവൺമെൻറ് ഒരു പ്രത്യേകമായ സമീപനം സ്വീകരിച്ചു. 1, എക്കണോമിക് ഗ്രോത്ത്, 2, ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ്, 3, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഈ 3 എണ്ണത്തെ ആധാരമാക്കിയാണ് ഈ ബഡ്ജറ്റിൻ്റെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന മൂലധനം എന്നുള്ളത്. അതിനെ തുടർന്ന് ഞങ്ങൾ ഇതിൽ ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു പൊതുസമീപനമുണ്ട്. ആ പൊതുസമീപനം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1 വികസനമാണ്, 2 കരുതലാണ്. ആ കരുതലിൻ്റെ കൂടെ ഞങ്ങൾ കനിവ് കൂടെ ആഡ് ചെയ്തുകൊണ്ട് അതിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഞാൻ തിരിച്ചെത്താം. ഞങ്ങൾ നീക്കിവെച്ചതായിരിക്കുന്ന തുകയെ നേരത്തെ ഈ പറയുന്നതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് ഈ 3ാമത് കൂട്ടിച്ചേർത്ത കനിവ് തന്നെയാണ് തൽക്കാലം അവരുടെ ലക്ഷ്യം. സാമൂഹ്യ ക്ഷേമ പദ്ധതികൾക്ക് കൂടുതൽ തുക കണ്ടെത്തിയാലും ചെലവാക്കിയാലും ഒക്കെ ഇപ്പോൾ ആ പ്രഖ്യാപനത്തിന് ഊന്നൽ കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഈ ബഡ്ജറ്റിലൂടെ അവർ ലക്ഷ്യം വയ്ക്കുന്നത്. അതിനുവേണ്ടി എക്കണോമിക് ഗ്രോത്തും ഇൻക്ലൂസീവ് ഗ്രോത്തും ഒപ്പം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റും ഒക്കെ വാക്കുകൾ സിദ്ദിഖ് കൂട്ടിച്ചേർക്കുന്നുണ്ടെങ്കിലും കനിയുമോ ഈ ബഡ്ജറ്റിലൂടെ UDF സർക്കാരിന്? അല്ല, കനിവ് ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ സിദ്ദീഖിൻ്റെ അഭിപ്രായത്തോട് എനിക്ക് നല്ല യോജിപ്പാണുള്ളത്. പക്ഷേ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളുടെ ഒരു പ്രഖ്യാപനമല്ല. ഇപ്പം എനിക്കും കുറേ ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങളെല്ലാം എഴുതി നിറച്ചിട്ട് ഇപ്പോൾ അവിടെ സ്പീക്കർ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നത് കേട്ടു. 2 മണിക്കൂറും 54 മിനിറ്റും പ്രസംഗിച്ചതിൽ അഭിനന്ദിക്കുന്നത് കേട്ടു. അദ്ദേഹം ഒരു 100,000 പ്രഖ്യാപനങ്ങൾ നടത്തി. ഈ നടത്തിയ പ്രഖ്യാപനങ്ങളോട് അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിനോ വല്ല ബാധ്യതയുണ്ടോ? ഇത് നടപ്പിലാക്കുമോ എന്നത് നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തുക? 2-3 ഘടകങ്ങളുണ്ട്. 1, എന്താണ് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ബഡ്ജറ്റിൻ്റെ വിഷൻ, എന്തിനാണ് ഗവൺമെൻറ് ഈ ഊന്നുന്നത്? 2, മുൻകാല അനുഭവങ്ങൾ എന്തെല്ലാമാണ്? 3, എങ്ങനെയാണ് ഈ പണം കണ്ടെത്താനുള്ള സോഴ്സ് ഓഫ് ഇൻകം എന്താണ്, അതിൻ്റെ ഫിനാൻസ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് നിർവഹിക്കുക? ഈ വക കാര്യങ്ങളെല്ലാം വളരെ വളരെ അവ്യക്തവും തകർച്ചയിലുമാണ്. കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, കേരളം ദേശീയ വരുമാന നിരക്കിനേക്കാൾ കൂടുതലുള്ള ഒരു സംസ്ഥാനമായിരുന്നു എത്രയോ കാലങ്ങളായിട്ട്. പക്ഷേ അത് കഴിഞ്ഞ 3 വർഷവും അപകടകരമായ തോതിൽ കുറഞ്ഞു വരികയാണെന്ന് എക്കണോമിക് റിവ്യൂ പറയുന്നു. നികുതി സമാഹരണത്തിൽ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത തകർച്ചയിലേക്ക് കേരളത്തെ കൊണ്ടുപോയി എത്തിച്ചു. നികുതി നിരക്കുകൾ വർദ്ധിപ്പിച്ചു.
LDFിൻ്റെയും UDFിൻ്റെയും ഗവൺമെൻറ്റുകളുടെ ഒരു താരതമ്യ പഠനം നടത്തിയാൽ അന്ന് 17.6% നികുതി സമാഹരണത്തിൻ്റെ വളർച്ചയെങ്കിൽ അതിപ്പോൾ 11.5% കുറഞ്ഞു. മാത്രമല്ല ബഡ്ജറ്റിൻ്റെ പുറമെ അധിക വിഭവ സമാഹരണത്തിന് വേണ്ടി 2166 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ തീരുമാനങ്ങൾ പ്രഖ്യാപിച്ച ഗവൺമെൻറ്റാണിത്. അങ്ങനെ പണം സമാഹരിച്ചു. എന്നിട്ടും നികുതി സമാഹരണത്തിൽ പുറകോട്ട് പോയി. അപ്പോൾ നികുതി സമാഹരിക്കാത്തതിൻ്റെ അടുത്ത ഫലം എന്താ? റവന്യൂ കമ്മി വർദ്ധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും കടം വാങ്ങുമ്പോൾ റവന്യൂ കമ്മി നികത്താൻ വേണ്ടി ചിലവഴിക്കും. അപ്പോൾ മൂലധന ചെലവിന് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതി വരും. അപ്പോൾ വികസന പ്രവർത്തനങ്ങൾ മുരടിക്കും. കേരളത്തിലെ കരാറുകാർ ഇന്ന് പണിയെടുക്കാൻ തയ്യാറില്ല. 10-20 മാസമായിട്ട് പണം കിട്ടാത്തത് കൊണ്ട് ബുദ്ധിമുട്ടിലായിട്ട് ഏൽപ്പിച്ച പദ്ധതികൾ പലതും മുടങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ വികസന പ്രവർത്തനങ്ങളുടെ മുരടിപ്പ്, വിഷനില്ലായ്മ, കഴിഞ്ഞ ബഡ്ജറ്റുകളിൽ പ്രഖ്യാപിച്ചതിൻ്റെ നടപ്പാക്കാത്ത ഒരു പട്ടിക ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ സിദ്ദീഖിനും ലാലിനും സമയമുണ്ടെങ്കിൽ വായിച്ച് കേൾപ്പിക്കാം. കൃഷി സൗഹൃദ ബഡ്ജറ്റാണെന്നാണ് കഴിഞ്ഞ 2 തവണവും പത്രങ്ങളിൽ വന്ന വാർത്ത. കാർഷിക മേഖലയിൽ ഇപ്പോൾ ഒരു 50 പദ്ധതി നമുക്കെടുക്കാം. അതിലൊരു 3-4 പദ്ധതികൾ മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ പ്രഖ്യാപനങ്ങളുടെ ഒരു പെരുമഴ നടത്തുകയും അതിനോട് യാതൊരു സിൻസിയറിറ്റി കാണിക്കാതിരിക്കുകയും അത് നടപ്പിലാക്കാൻ പരിശ്രമിക്കാതിരിക്കുകയും അതിനു വേണ്ടുന്ന സാമ്പത്തിക സമാഹരണം നടത്താതിരിക്കുകയും നികുതി പിരിക്കാതിരിക്കുകയും ചെക്ക് പോസ്റ്റുകളിലെല്ലാം അഴിമതി വ്യാപിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ന്യായം പ്രതീക്ഷിക്കുക എന്നതാണ് അടിസ്ഥാനപരമായ. തീർച്ചയായിട്ടും. അതായത് കനിവ് പറച്ചില്ലേ ഉള്ളൂ, കനിവ് പ്രതീക്ഷിക്കേണ്ട എന്നാണ് ശ്രീരാമകൃഷ്ണൻ ബഡ്ജറ്റിനെ വായിച്ചെടുക്കുന്നത്. ഡോക്ടർ മേരി ജോർജ്, കണക്ക് ശരിയാകണമല്ലോ. സാധാരണക്കാരും രാഷ്ട്രീയക്കാരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും പലതും പറഞ്ഞേക്കാം. പക്ഷെ കണക്ക് കൃത്യമാകണ്ടേ? ഇതിനകത്ത് ചില പൊരുത്തക്കേടുകൾ നേരത്തെ കണ്ടെത്തിയ ഒരു പൊരുത്തക്കേട് ഡോക്ടർ തോമസ് ഐസക് മുൻ ചർച്ചയിൽ ചൂണ്ടിക്കാട്ടിയത് ബാലൻസ് ഫ്രം കറണ്ട് റവന്യൂ എന്നുള്ളത് പഞ്ചവത്സര പദ്ധതിയുടെ 12ാം ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ട് അതാണല്ലോ ആദ്യം വരുന്നത്. അതിൻ്റെ 12ാം പദ്ധതിയുടെ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് 3319 കോടി രൂപയുടെ കുറവ് എന്നാണ്. എന്നാൽ ബാലൻസ് ഫ്രം കറണ്ട് റവന്യൂ എന്നുള്ളത് 997 കോടി മാത്രമേ കുറവുള്ളൂ എന്ന് ബഡ്ജറ്റിൽ ഇന്ന് മുഖ്യമന്ത്രി വായിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതൊരു പിശകായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് പദ്ധതി ചിലവിൻ്റെ കാര്യത്തിൽ ഓരോ വർഷവും പ്രഖ്യാപിച്ച തുകകൾ ചിലവാക്കുന്നില്ല. ഇപ്പോൾ ഫെബ്രുവരി എത്തിയിട്ടും ഈ നടപ്പ് വർഷത്തിൽ 28% മാത്രമേ ചിലവാക്കിയിട്ടുള്ളൂ. ഇതൊക്കെ എന്നിട്ടും പറയുന്നു, സിദ്ദിഖ് ചൂണ്ടിക്കാട്ടിയതുപോലെ വികസനമുണ്ട്, കരുതലുണ്ട്, കനിവുണ്ട്, പല ഭാഗത്തും തൊട്ട് കാണിക്കാനുണ്ട്. അപ്പോൾ 28ൻ്റെ ബാക്കിയും കൂടെ ചിലവാക്കിയിരുന്നെങ്കിലോ എന്ന ചോദ്യം വരില്ല. അതെന്തുകൊണ്ട് പറ്റുന്നില്ല? എനിക്ക് ഇപ്പോൾ ലാല് പറഞ്ഞതിനകത്ത് ചില സംശയമുണ്ട്. അതായത് പ്ലാൻ ഫണ്ടിൻ്റെ യൂട്ടിലൈസേഷൻ CAGയുടെ ഈ അടുത്ത ദിവസം പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ച് 58% ഉയർന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതേസമയത്ത് പ്ലാനിംഗ് ബോർഡിൻ്റെ റിപ്പോർട്ടിൽ അത് 60% മുകളിലായിട്ടാണ് കാണിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം ഇത് 28 എന്നുള്ളത് ഒരു 2 മാസം മുൻപുള്ള ഒരു കണക്കായിരുന്നു. അന്ന് അത് പത്രങ്ങളിലൊക്കെ 28% എന്ന് വന്നിരുന്നു. അത് 28% ആകട്ടെ 58% ആകട്ടെ തീർത്തും പോരാത്തതാണ്. അപ്പം ഭാഗത്ത് വരുന്ന ചില വർധനവെന്ന് പറയുന്നത് കാണിക്കാൻ വേണ്ടി വലിയ അത് പക്ഷേ എല്ലാ ഗവൺമെന്റുകളുടെ കാലത്തും, അതായത് നാം അനുഭവിക്കുന്ന ഒരു വലിയ ആശങ്കാജനകമായ സ്ഥിതിവിശേഷമാണ്. ഏത് ഗവൺമെന്റ് വന്നാലും ഈ പ്ലാൻ ഫണ്ടിന്റെ യൂട്ടിലൈസേഷൻ വളരെ കുറവായിരിക്കും. അത് മാത്രമല്ല സിദ്ദിഖ് പറയേണ്ട ഒരു കാര്യമാണ്. ഡോക്ടർ മേരി ജോർജിനോട് ചോദിച്ചത് ഇതിൽ എത്രത്തോളം സത്യമുണ്ട്? ഇപ്പോൾ ബഡ്ജറ്റിനകത്ത് ഇങ്ങനെ കാണിച്ചിരിക്കുകയും ഇത്ര മാത്രമേ ചിലവ് ഉണ്ടായിട്ടുള്ളൂ, എന്നിട്ട് ഇനിയും പ്രഖ്യാപനങ്ങൾ വരുമ്പോൾ മുൻപ് പ്രഖ്യാപിച്ച കാര്യങ്ങൾക്ക് പോലും സാധിക്കാത്ത കാര്യങ്ങൾ ഇനി എങ്ങനെ വിശ്വസിക്കും ആളുകൾ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഗവൺമെൻറ്റുകളെല്ലാം ഇങ്ങനെ തന്നെ, അവർക്ക് എല്ലാവർക്കും ഉണ്ട് ഇതുപോലെ പ്രഖ്യാപിതവും അപ്രഖ്യാപിതവുമായ ചില ലക്ഷ്യങ്ങൾ. അതനുസരിച്ചാണ് മുൻപോട്ട് പോകുന്നത്. അപ്പോൾ പ്ലാൻ യൂട്ടിലൈസേഷൻ എന്തുകൊണ്ട് 58-ൽ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്കതിന് റവന്യൂയുടെ വരുമാനം എത്ര ശതമാനമുണ്ട്? കഴിഞ്ഞ മാസം വരെ 10% റവന്യൂ വളർച്ച. ഇനിയിപ്പോൾ അത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളായിട്ട് റവന്യൂ വരുമാനത്തിൻ്റെ വളർച്ച കൂടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ആരുടെയെങ്കിലും പോക്കറ്റിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്തിട്ടൊക്കെ നികുതി അടയ്ക്കാതെ സുഖമായിട്ട് മാറി മാറി നടക്കുന്നവർ ജനുവരി, ഫെബ്രുവരി, മാർച്ചിൽ ഇത് കോടതിയിൽ പോകേണ്ട ഇഷ്യൂ എന്ന് വിചാരിച്ച് അവർ നികുതി അടയ്ക്കും. അങ്ങനെ വരുമ്പോഴത്തേനും വരുമാന വർധനവിൻ്റെ പെർസെൻറ്റേജ് ഈ ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലായിട്ട് വർദ്ധിക്കും. ആ മാസങ്ങളിൽ തന്നെയാണ് പ്ലാൻ ഫണ്ടും കൂടുതലായിട്ട് അതായത് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടിയിട്ടുണ്ടാകും, പക്ഷേ ഫണ്ട് അലോട്ട്മെൻറ്റ് നടന്നിട്ടുണ്ടാവില്ല. ഈ ഫണ്ട് അലോട്ട്മെൻറ്റ് വരുന്നത് ട്രഷറിയിൽ
ഇൻകത്തെ അതായത് നികുതി വരുമാനമൊക്കെ വരുന്നതിന് ആ മുറയ്ക്കനുസരിച്ചായിരിക്കും ഫണ്ട് അലോട്ട്മെന്റ്. ഇതെല്ലാ കാലങ്ങളിലും ഉള്ളതാണ്. വികസനത്തെയാണോ കരുതലും കനിവും ഒക്കെ ഉള്ള സുസ്ഥിരമായ വികസനം എന്ന് പറയുന്നത്? ഡോക്ടർ കെ എൻ ഹരിലാൽ ഇപ്പോൾ നേരത്തെ ചൂണ്ടിക്കാട്ടി 28% മാത്രമേ നടപ്പ് വർഷത്തിൽ എന്നുള്ളത് ഞാൻ പറഞ്ഞപ്പോൾ ഡോക്ടർ മേരി ജോർജ് പറയുന്ന 58%, വേറെ ഏതൊരു രേഖയിൽ 61%. എന്തോ ആയിക്കോട്ടെ, ഈ പൊരുത്തക്കേട് ഉണ്ടായിട്ടും പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ പുതിയ ബഡ്ജറ്റിലും കുറഞ്ഞിട്ടില്ല. ഇത് സ്വാഭാവികമാണോ മനഃപൂർവ്വമാണോ? ബഡ്ജറ്റ് ഇങ്ങനെയൊക്കെ ആണ് എന്നാണ് ഡോക്ടർ മേരി ജോർജ് പറയുന്നത്. ആ വാക്കല്ലെങ്കിലും അല്ല, ഈ പൊരുത്തക്കേട് എല്ലാ സർക്കാരും ഇങ്ങനെയാണല്ലോ. പൊരുത്തക്കേട് ഉണ്ട് എന്നുള്ളത് ടീച്ചർ പറഞ്ഞു. ഇപ്പോൾ ബജറ്റ് വാച്ച് ഗ്രൂപ്പിൻ്റെ ശ്രീ ജോൺ ഇവിടെ ഉണ്ട്. പൊതുവെ നമ്മളെല്ലാവരും കാണുന്ന കാര്യമാണ് ഈ കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ പൊരുത്തക്കേടിൻ്റെ അളവ് ഗണ്യമായിട്ട് കൂടിയിരിക്കുന്നു. ഇപ്പോൾ സർക്കാരിൻ്റെ എക്കണോമിക് റിവ്യൂവിൽ അതല്ലെങ്കിൽ പ്ലാൻ സ്പേസിൽ കഴിഞ്ഞ വർഷം ഏകദേശം 52% എന്ന് പറഞ്ഞു. അതിനേക്കാളും കുറവാണ് CAG ഓഡിറ്റ് ചെയ്തത്. ഈ വർഷം ഇതുവരെയുള്ളത് ചിലവ് വളരെ പരിതാപകരമായിട്ടുള്ള നിലയിലാണ്. അപ്പോൾ ബജറ്റിൽ പറയുന്നതും യാഥാർത്ഥ്യമാവുന്നതും തമ്മിലുള്ള വിടവ് ഗംഭീരമായിട്ട് കൂടുകയാണ്. അത് നികുതി വരുമാനത്തിൻ്റെ കാര്യത്തിലും പ്ലാൻ എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യത്തിലും. ഇത് കേരളം ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ നമ്മുടെ ഈ പാനൽ അത് ചർച്ച ചെയ്യണം. പക്ഷേ അവിടെ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് എല്ലാ കാലത്തും ഇങ്ങനെ ആയിരുന്നു എന്നുള്ള മേരി ടീച്ചറിൻ്റെ അഭിപ്രായം തെറ്റാണ്. അത് അനവസരത്തിലായോ ഡോക്ടർ മേരി ജോർജ്? അതെ, അവസരം തരാം. AG അക്കൗണ്ട് ചെയ്ത കണക്കുകൾ അക്കൗണ്ട്സ് പ്രകാരം കഴിഞ്ഞ പ്ലാനിൽ, അതായത് ഇടത് വർഷ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 95% പ്ലാൻ എക്സ്പെൻഡിച്ചർ. അത് നമുക്കിനി അത് മാറ്റാൻ പറ്റത്തില്ല. കാരണം ഈ ഗവൺമെൻറ് തന്നെ പ്ലാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്തുള്ള 5 വർഷത്തെ പ്ലാൻ റിവ്യൂ ചെയ്തിട്ട് ഈ ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ച AG അക്കൗണ്ട്സ് പ്രകാരം 95%. അതിപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വരുമ്പോഴത്തേക്ക് അത് 50%-ലേക്കൊക്കെ വരുന്ന അവസ്ഥ. ഇത് ഗുരുതരമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആൾക്കാർക്ക് സംശയം വരുന്നത്, ഇത് ഈ പറയുന്ന പ്രഖ്യാപനങ്ങളൊക്കെ നടപ്പിലാക്കാനാണോ എന്ന്. മാത്രമല്ല, നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ വളയമേ ഇല്ലാതെ ചാടുന്ന അവസ്ഥയാണ്. ഈ ബഡ്ജറ്റ് ഡോക്യുമെന്റിന് ഒരു പവിത്രതയുണ്ട്. മുൻകാലങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇത് വളരെ പവിത്രമായൊരു ഡോക്യുമെൻ്റാണ്, അത് പുറത്തു പോകാൻ പാടില്ല. ആളുകൾക്ക്, ഞാനിപ്പോൾ പുറത്തു പോയതിനെ കുറിച്ചല്ല പറയുന്നത്, ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഈ വളയമില്ലാതെ ചാടുന്ന അവസ്ഥയിലേക്ക് ഒരു ഡോക്യുമെൻ്റ് വായിക്കുകയും കാര്യങ്ങൾ വളയമില്ലാതെ ചാടുകയും ചെയ്യുന്നത് ശീലമാകുന്നത്. ഇതൊരു തമാശയുടെ ലെവലിൽ നമുക്ക് ഗൗരവമില്ലാതെ കാണേണ്ട കാര്യമല്ല. ഒരു വളയം ആണ് ബജറ്റ് യഥാർത്ഥത്തിൽ. അതായത് വരവെത്ര, അതിനകത്ത് നിന്നുകൊണ്ട് പ്രയോറിറ്റൈസ് ചെയ്ത് എങ്ങനെ ചിലവാക്കാം എന്നുള്ളതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വെക്കുന്നു. ആ എസ്റ്റിമേറ്റിൽ നിന്ന് ചില ഡീവിയേഷൻസ് ഒക്കെ ഉണ്ടാവും. ആ ഡീവിയേഷനെ എക്കണോമിസ്റ്റുകൾ വിമർശിക്കും, ബജറ്റ് വാച്ച് ഗ്രൂപ്പുകൾ വിമർശിക്കും. പക്ഷേ ഇപ്പോൾ ഡീവിയേഷൻ എന്ന് പറഞ്ഞുകൂടാ, ഇപ്പോൾ വളയമില്ല. മറിച്ച് നമ്മൾ ബജറ്റ് എന്ന് പറയുന്ന കുറച്ച് പ്രഖ്യാപനങ്ങൾ വെക്കാനുള്ള, കുറേ വാഗ്ദാനങ്ങൾ ഇങ്ങനെ വാരിച്ചൊരിയാനുള്ള ഒരു സംഭവം എന്നുള്ള നിലയിലേക്ക് കേരളത്തിൽ വന്നിരിക്കുന്നു. കേരളത്തിൽ ഇതൊരു പുതിയ അനുഭവമാണ്. പല നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലും ബജറ്റും യഥാർത്ഥ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളും തമ്മിൽ ബന്ധമില്ലാതായിട്ടുള്ള അവസ്ഥ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ കേരളം ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. റൈറ്റ്, ഞാൻ തിരിച്ചെത്താം. ശ്രീ ജോൺ സാമുവൽ കേരള ബഡ്ജറ്റ് വാച്ചിൻ്റെ സ്ഥാപകനാണ്. കേരള ബഡ്ജറ്റ് ഗ്രൂപ്പാണല്ലോ അല്ലേ ജോൺ സാമുവൽ? അതെന്താണ് കേരള ബഡ്ജറ്റ് മാത്രം നിരീക്ഷിക്കുന്നത്? കേരള ബഡ്ജറ്റ് അല്ല, ഇന്ത്യയിൽ മൊത്തം ഉള്ള ബഡ്ജറ്റുകളുണ്ട്, കേന്ദ്ര ബഡ്ജറ്റും ഉണ്ട്, കേരള ബഡ്ജറ്റ്. ഇപ്പോൾ ഈ ബഡ്ജറ്റ്, ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാനത്തെ ബഡ്ജറ്റ് താങ്കൾ നിരീക്ഷിച്ചിട്ടുണ്ടാകും. എന്താണ് താങ്കൾ അതിൽ നിന്ന് വിലയിരുത്തുന്ന പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ? നമുക്ക് അടുത്ത ചർച്ചയിലേക്ക് പോകാൻ. സ്വാഭാവികമായിട്ടും ഇതൊരു ഇലക്ഷൻ ബജറ്റാണ്, വോട്ട് ഓൺ അക്കൗണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് വളരെ ബുദ്ധിപൂർവമായാണ് ഈ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ബജറ്റ് സ്പീച്ചിൻ്റെ പകുതി ഭാഗം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. ബജറ്റ് കൃത്യമായി വീക്ഷിച്ചിരിക്കുന്ന, പ്ലാൻ സ്പേസ് ഓൾമോസ്റ്റ് എല്ലാ മാസവും വീക്ഷിച്ചിരിക്കുന്നുള്ള ഒരാളെന്നുള്ള നിലയിൽ എല്ലാ ക്വാർട്ടർലി ബജറ്റിൻ്റെ അനാലിസിസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. 2-3 കാര്യങ്ങൾ പറയാം. ഒന്നാമത്, ഈ സോഷ്യൽ പ്രൊട്ടക്ഷൻ എക്സ്പെൻഡിച്ചർ കൺസിസ്റ്റൻ്റ്ലി ഹൈ ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 130% ചിലവാക്കി. അപ്പോൾ ആ കാര്യത്തിൽ ക്ഷേമ പദ്ധതികളാണോ ഉദ്ദേശിച്ചത്? ക്ഷേമ പദ്ധതികൾ, സോഷ്യൽ പ്രൊട്ടക്ഷൻ ആശ്രയ സ്കീമാണെങ്കിലും ഈ കാരുണ്യത്തിൽ 1200 കോടി രൂപ, അതുപോലെ 3500 കോടി രൂപ, അക്കാര്യത്തിൽ വളരെ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം വലിയ വ്യത്യാസമുണ്ട്. അത് എക്സ്പ്ലെയിൻ എന്തുകൊണ്ട് ചെയ്യാമെന്നുള്ളതല്ല. പക്ഷേ ശിവരാമകൃഷ്ണൻ പറഞ്ഞ പോലെ ഒരു കാര്യം സത്യമാണ്, പല സ്കീമുകൾ, ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ കാർഷിക രംഗത്തുള്ള സ്കീമുകൾ പ്രഖ്യാപിച്ചിട്ട്
ആ പല സ്കീമുകളും തുടങ്ങിയിട്ട് പോലുമില്ല. എൻ്റെ കയ്യിൽ ഒരു വലിയ ലിസ്റ്റുണ്ട്, മനസ്സിലായില്ലേ? കുട്ടനാടും പാലക്കാടും 2 ബയോ പാർക്കുകൾ 10 കോടി 2012-13 ചിലവഴിച്ചില്ല, ആരംഭിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു മാതൃ ഹൈടെക് ഹരിത ഗ്രാമങ്ങൾ 42 കോടി തുക ലഭിക്കാത്ത കാരണം പദ്ധതി ആരംഭിച്ചില്ല. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എക്കണോമിക് സർവേയും ആയിട്ടും കൂട്ടി വായിക്കേണ്ടതാണ്. അതായത് കഴിഞ്ഞ പ്രാവശ്യം റബ്ബറിന് താങ്ങുവില, അതിനെക്കുറിച്ച് ഞങ്ങൾ വളരെയധികം ചാലഞ്ചുണ്ട്. ഈ താങ്ങുവില കൊണ്ട് റബ്ബർ നിൽക്കുക എന്നുള്ളത് വേറെ പ്രശ്നമാണ്, വേറെ ഒരു വലിയ ഇഷ്യൂ ആണ്. അതിൻ്റെ അകത്ത് തന്നെ വളരെ 300 കോടിയിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റിന് 92 കോടിയാണ് കൊടുത്തിരിക്കുന്നത്. അത് ഒരു ഭാഗം. പല കാര്യങ്ങളുടെ ചിലവ് ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് പ്ലാൻ സ്പേസിൽ എന്താണെന്ന് അറിയില്ല, എഡ്യൂക്കേഷനിൽ വളരെ ചിലവ് കുറഞ്ഞ കണ്ടത്. ഈ കാർഷിക ആദായ നികുതി പിൻവലിച്ചത് വലിയ ആശ്വാസമാണ് കർഷകർക്കെന്നൊരു പറച്ചിൽ വരുന്നുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു വേണം. അത് എത്രമാത്രം കർഷകർക്ക് ആവശ്യമാണ്. കാരണം സത്യാവസ്ഥ പറഞ്ഞാൽ ഈ കൂടുതൽ കർഷകർ കേരളത്തിൽ മാർജിനൽ ഫാമേഴ്സാണ്. ഇപ്പോൾ ഈ റബ്ബർ കർഷകർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ, കാരണം എന്ന് പറഞ്ഞാൽ 95% 1 ഏക്കറും 25 സെൻറ്റും 35 സെൻറ്റും 40 സെൻറ്റും ഉള്ള കർഷകരാണ്. അവരെയൊക്കെ വെച്ച് വലിയ പ്രയോജനം അതിൻ്റെ അതൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ മൊത്തത്തിലുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ബാണിസാറിൻ്റെ പറ്റില്ല, കാർഷികം എന്ന് പറയും. എന്നാൽ ഈ ഒരു ഐറണി ഓഫ് ദ സിറ്റുവേഷൻ ഈസ് നമ്മൾ ഈ ലൈഫ് സ്റ്റോക്ക് മാറ്റിവെച്ച് മറ്റ് പ്രോഡക്ട്സും മാറ്റിവെച്ചാൽ കാർഷികത്തിൻ്റെ ഇറ്റ്സ് ഈസ് എ നെഗറ്റീവ് ഗ്രോത്ത്. ഇത് കാര്യമായി പരിഗണിക്കുക. എന്തുകൊണ്ട് കാർഷിക മേഖല ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദ റിട്ടറിക് നെഗറ്റീവ് ഗ്രോത്ത് ആകുന്നത് എന്തുകൊണ്ടാണെന്ന് ഇവിടുത്തെ സാമ്പത്തിക അതിൻ്റെ അകത്ത് കാരണം there are so many structural reasons. കഴിഞ്ഞ പ്രാവശ്യം CAG റിപ്പോർട്ടിൽ വന്ന് ഡെഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ പറയാം, പഞ്ചായത്തുകളിൽ പോയി കഴിഞ്ഞാൽ ഈ കൊയ്ത്ത് യന്ത്രവും മെതി യന്ത്രവും മറ്റ് കാലം കൊടുത്തിട്ടുണ്ട്, അവരെ ഒരു പ്രാവശ്യം ഉപയോഗിക്കും. ഇന്ന് പല പഞ്ചായത്തുകളിൽ പോയാൽ റിപ്പോർട്ട് കണ്ടിട്ടുണ്ട് ഇത് ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഡെഡ് ഇൻവെസ്റ്റ്മെൻറ്റും സ്ട്രാറ്റജിക്, അത് ബജറ്റിൻ്റെ കുഴപ്പമല്ല, ബജറ്റ് ഇംപ്ലിമെൻറ്റേഷൻ്റെ കുഴപ്പമാണ്. നമുക്ക് അടുത്ത ഘട്ടത്തിൽ ബാക്കിയുള്ള വിഷയങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നു കരുതുന്നു. ടി സിദ്ദിഖ്, ഇപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം, നിങ്ങൾ ഈ കനിവ് തന്നെയാണ് നിങ്ങൾക്കും തോന്നുന്നത്. നിങ്ങളുടെ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു കാര്യങ്ങൾ എടുത്തു പറയാം. എന്ത് വിവാദം വന്നാലും നിങ്ങൾക്ക് കാരുണ്യയുടെ കാര്യം പറയേണ്ടി വരും, അതല്ലെങ്കിൽ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ആശ്വാസം കൊടുത്തതിൻ്റെ കണക്കുകളാണ് പറയുക. വിമർശനങ്ങൾ വരുമ്പോഴൊക്കെ ഈ ക്ഷേമ പദ്ധതികളാണ് നിങ്ങളെടുത്ത് മുന്നിൽ കാണിക്കുന്നത്. എന്നാൽ മറ്റ് കണക്കുകൾ പൊരുത്തപ്പെടുന്നുമില്ല ഇവിടെ ഇപ്പോൾ പറഞ്ഞു കേട്ട കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ കാർഷിക മേഖലയിൽ പോലും പറഞ്ഞ പദ്ധതികൾ പോലും തുടങ്ങിയിട്ട് പോലും ഇല്ല എന്നാണ് ഇവിടെ ഇപ്പോൾ പറയുന്നത്. ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണ്, പല തെളിവുകളുമുണ്ട് പറയാൻ. അതിനപ്പുറമുള്ള കാര്യങ്ങളിലേക്ക് ഇത് കടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ശരിയല്ലേ? അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഓരോ കാര്യങ്ങൾ അത് കേരളത്തിൽ പ്രൂവൺ എക്സർസൈസാണ്. തെളിയിക്കപ്പെട്ടതായിരിക്കുന്ന ഏറ്റവും നല്ല ഉജ്ജ്വലമായ ഉദാഹരണങ്ങളാണ് ഓരോന്ന് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻസിൻ്റെ ഭാഗമായി കേരളത്തിൽ നടന്നിട്ടുള്ളതായിരിക്കുന്ന പദ്ധതികൾ. ഇനി നടത്താൻ പോകുന്ന പദ്ധതികൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു നയത്തിൻ്റെ ഭാഗമാണ്. ആ കനിവും ദയയും ആർദ്രതയും ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു ഫേസാണ്. ആ ഫേസിൽ ഏതൊക്കെ പദ്ധതികൾ കേരളത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടോ ആ പദ്ധതികൾ മുഴുവൻ കേരളത്തിൽ ഫണ്ട് കണ്ടെത്തി ഞങ്ങളതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ച് അത് മുഴുവൻ കേരളത്തിലെ ജനങ്ങൾക്ക് പ്രാപ്യമാക്കി കൊടുക്കാൻ നേതൃത്വം കൊടുത്തതിൻ്റെ ഒരു അനുഭവ സമ്പത്ത് ഉള്ള കാര്യങ്ങളും ഒക്കെ പറയേണ്ട ഒരു രേഖയാണ് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ഈ എങ്ങനെയാണ് തുക കണ്ടെത്തുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന് വരാനുള്ളത്, അതല്ലെങ്കിൽ നികുതി പിരിച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുവരെ പിരിച്ചതിൻ്റെ കണക്കിൽ തന്നെ ഓരോ വർഷവും കുറവുകളാണ്. ഇനി അടുത്ത സാമ്പത്തിക മാന്ദ്യത്തിനിടയിലും അടുത്ത വർഷം ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ നികുതി സമാഹരണത്തിൻ്റെ കണക്ക്, ഇതിൽ നിന്നൊക്കെ എടുത്തുണ്ടാക്കാൻ പോകുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതിനിടയിലാണിപ്പോൾ മുൻകാലങ്ങളിൽ നിങ്ങൾ പ്രഖ്യാപിച്ചത് നടപ്പിലാക്കാത്തതിൻ്റെ കണക്ക് കൂടി പറഞ്ഞത്. എങ്ങനെ വിശ്വസിക്കും ഈ കാര്യങ്ങളൊക്കെ ഇനി നിങ്ങൾ ചെയ്യുമെന്ന്? ഒന്ന്, ഇപ്പം ചൈനയുടെ ഒരു എക്കണോമിക് ഗ്രോത്തിലുണ്ടായിട്ടുള്ള പെട്ടെന്നുള്ളതായിരിക്കുന്ന മാന്ദ്യം, അതുപോലെ ഓയിൽ സെക്ടറിലുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട മാന്ദ്യം, നമ്മുടെ കേരളത്തിൽ റബ്ബർ ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന കാർഷിക മേഖല, അത് റബ്ബറിൻ്റെത്
ഒരു കേരളത്തിലെ ഇഷ്യൂ അല്ല, ഇന്ത്യൻ ഇഷ്യൂ അല്ല, അതൊരു ആഗോള തലത്തിലുള്ളതായിരിക്കുന്ന പ്രശ്നമാണ്. ഇന്തോനേഷ്യ, മലേഷ്യ ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന പിന്നെ അതിനെക്കുറിച്ച് പഠിക്കാതെയാണോ ഇപ്പോ റബ്ബറിന്റെ താങ്ങുവിലയായി പ്രഖ്യാപിച്ചത്? 500 കോടി രൂപയാണ് നേരത്തെ, അത് എത്രയോ പറഞ്ഞു. ആ അത്രയും രൂപയൊക്കെ ഇപ്പോൾ നീക്കി വെച്ചിരിക്കുന്നത് പിന്നെ എന്ത് കണ്ടിട്ടാണ്? വെറുതെ ആളുകളെ ഒന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ? അതിനകത്തൊരു പഠനമൊന്നും നടത്തിയിട്ടില്ലേ? അല്ല, അതെല്ലാം എക്കണോമിക്സിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതെല്ലാം സാമ്പത്തിക വിദഗ്ധന്മാരുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. താങ്ങുവില കൊടുത്തുകൊണ്ട് ഒരു മേഖലയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അഗ്രികൾച്ചറൽ ടാക്സിന്റെ വേവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏലത്തിന് ടാക്സുമായി ബന്ധപ്പെട്ട കാര്യം അതായത് സാധാരണ കർഷകർക്ക് നേരത്തെ തന്നെ ആ ആദായ നികുതി ഇല്ല, പാവപ്പെട്ടവരാണവർ. എന്നാൽ അതിന് മുകളിലുള്ള ആളുകൾക്ക് ഇത് സഹായം കിട്ടിയത് കൊണ്ട് നിങ്ങൾ ഈ പറയുന്ന കനിവ് തേടുന്നവരല്ല അവർ. തീർച്ചയായും ഒരു മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതായ ഒരു നടപടിയുടെ ഭാഗമാണ് ഇത്തരം സമീപനങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. ഞാൻ അതിൻ്റെ കൂടെ തന്നെ നേരത്തെ ഇവിടെ ചില ആളുകൾ സംസാരിക്കുന്നതിൻ്റെ കൂടെ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു. ബഡ്ജറ്റ് യാഥാർത്ഥ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാകണം, ഒരു സംശയവുമില്ല. കേരളത്തിൽ ഒരു നല്ല സാമ്പത്തിക വിദഗ്ധൻ തന്നെയാണ് ശ്രീ തോമസ് ഐസക് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഞാൻ ചോദിക്കുന്നു, ബഡ്ജറ്റ് അവതരണ വേളയിൽ ഇസ്ലാമിക് ബാങ്കിൽ നിന്ന് ഒരു വലിയ, ഞാൻ ആ എമൗണ്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അന്നത്തെ ബഡ്ജറ്റിൻ്റെ മുഴുവൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, ഇസ്ലാമിക് ബാങ്കിൽ നിന്ന് കടമെടുക്കും എന്ന് പ്രഖ്യാപിച്ച് കേരളത്തിൽ ഒരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2010-11 ബഡ്ജറ്റാണ്. മാത്രമല്ല കേരളത്തിൽ അദ്ദേഹം മറ്റ് ചില നടപടികൾ അതിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ചു. കേരളത്തിലെ ഡാമുകളിൽ നിന്ന് മണൽ വാരി അതിൽ നിന്ന് 100 കോടി രൂപ സമാഹരിക്കും എന്നുള്ളതായിരുന്നു. 100 കോടിയോ 1000 കോടിയോ എത്ര വലിയൊരു കോടി എമൗണ്ട് പറഞ്ഞു സമാഹരിക്കും. ഒരു വലിയ ഡെഡായിട്ടുള്ള പ്രൊക്ലമേഷൻ ആയിരുന്നു, പ്രഖ്യാപനമായിരുന്നു. പിന്നെ പറഞ്ഞു നമ്മുടെ ടെക്നോ പാർക്ക് പണയപ്പെടുത്തിയാണ് കേരള IT മേഖലയിൽ അദ്ദേഹം കേരള സ്റ്റേറ്റ് IT ഇൻഫർമേഷൻ ടെക്നോളജി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു പുതിയതായിരിക്കുന്ന സംവിധാനം, അതിൻ്റെ പണം മുഴുവൻ തിരിച്ചു കൊടുത്തത് ഈ ഗവൺമെൻറ് സമയത്താണ്. അപ്പോൾ പ്രഖ്യാപനങ്ങൾ യാഥാർത്ഥ്യമില്ലാതെ നടത്തിയിരുന്ന പഴയകാല സമീപനത്തിൽ നിന്നും വ്യത്യസ്തമായി യാഥാർത്ഥ്യത്തോടു കൂടി പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വന്ന സമീപനം സ്വീകരിച്ച ഗവൺമെൻറ്റാണ് കേരളത്തിലെ UDF ഗവൺമെൻറ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഈ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഭൂമിയുടെ ലഭ്യതയും നമ്മുടെ ജനസാന്ദ്രതയുള്ള ഏറ്റവും വലിയ സ്റ്റേറ്റും നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളത് നമ്മുടെ അനുഗ്രഹീതമായിട്ടുള്ള മനുഷ്യ വിഭവശേഷിയാണ്. ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ ടാർഗറ്റായി കേരളം പ്രഖ്യാപിച്ചിരിക്കുന്നത്, ഇന്ത്യ രാജ്യത്തെ ഒരു മാതൃകയായി MSME ഒരു വലിയ മേഖലയിലേക്ക് കടന്നു പോവുകയാണ്. അതിനെ പ്രത്യേകമായി ഒരു അനുഗ്രഹീതമായ മേഖലയെ ട്രാക്ക് ചെയ്യാനുള്ള ശ്രമം ഈ ബഡ്ജറ്റിലുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ പെട്ടെന്ന് മറുപടി പറയുകയാണെങ്കിൽ, നേരത്തെ ചോദിച്ച പലർക്കും ഈ ബഡ്ജറ്റിനെ പ്രതിരോധിക്കുന്നവർക്ക് മറുപടി തരാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയായിരുന്നു അത്. സിദ്ദിഖിനെങ്കിലും സാധിക്കുമോ? അതായത് ഈ പ്രഖ്യാപിക്കുന്ന പദ്ധതികളൊക്കെ പണം ചിലവാക്കാതെ അവിടെ കിടക്കുന്നു, അതല്ലെങ്കിൽ ഈ നടപ്പ് വർഷത്തിൽ പോലും 28 മുതൽ 50% എന്നാണ് തർക്കം, അത്ര മാത്രമേ ചിലവാക്കപ്പെട്ടിട്ടുള്ളൂ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തന്നെ. ബാക്കിയൊക്കെ എന്തുകൊണ്ടാണ് ചിലവാക്കാത്തത്? പണം ഇല്ലാത്തത് കൊണ്ടാണോ? തർക്കമില്ല, കുറവ് തന്നെയാണ്. നടപ്പ് വർഷത്തിൽ കുറവാണെന്നുള്ളത് ഊന്നി തന്നെ പറയും. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ നമുക്ക് സംഭവിച്ച ഒരു കാര്യം, നമുക്കിടയ്ക്ക് തെരഞ്ഞെടുപ്പ് വന്നു. ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ഒരു സമയക്രമം, അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡിങ്ങിൻ്റെ ലാസ്റ്റ് 3-4 മാസമാണ് അതിൻ്റെ എക്സ്പെൻഡിച്ചർ അതിൻ്റെ മാക്സിമത്തിലേക്ക് പോകുന്നതായിരിക്കുന്ന പ്രധാനപ്പെട്ട കാലയളവ്. അത് ഇടതുപക്ഷ ഭരണ സന്ദർഭത്തിലും UDFൻ്റെ സന്ദർഭത്തിലും അതിന് പ്രത്യേകമായി നമുക്ക് രാഷ്ട്രീയം കാണേണ്ടതില്ല. കേരളത്തിലെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സമീപനത്തിൻ്റെ ഭാഗമായി അങ്ങനെയാണ് വരാറുള്ളത്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഉള്ളതായിരിക്കുന്ന ഈ പെർസെൻറ്റേജ് കണക്കിൽ യാതൊരു കാര്യമില്ല. അത് അതിൻ്റെതായിരിക്കുന്ന പാരമ്യത്തിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നോട്ടിഫിക്കേഷനും വരും. അതെങ്ങനെ എത്തും എന്നുള്ളതാണ്. ഞാൻ ശ്രീരാമകൃഷ്ണനിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ജോൺ സാമുവൽ എന്താണ് പെട്ടെന്ന് അതിനൊരു മറുപടി? അതായത് സിദ്ദിഖ് പറഞ്ഞതിനകത്തൊരു കാര്യമുണ്ട്. ഇത് കഴിഞ്ഞ വർഷത്തെ ഇപ്പം 2 ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് 2-3 കാര്യങ്ങൾ വളരെ കൃത്യമാണ്. ഒന്ന്, ബജറ്റ് എസ്റ്റിമേറ്റും റിവൈസ്ഡ് എസ്റ്റിമേറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോഴും കൂടിയിട്ടുള്ളത് കൃത്യമായിട്ട്.
അതൊരു റെഗുലർ, കാരണം ബജറ്റ് എസ്റ്റിമേറ്റ്സ് ആണ് ടേബിൾ വെച്ച് ഡിസ്കസ് ചെയ്യുന്നത്. റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഔട്ട് ഓഫ് സപ്ലിമെൻ്ററി ബജറ്റും ഔട്ട് ഓഫ് അജണ്ട ആയിട്ടും വെച്ച് പാസ്സാക്കും. അത് വളരെ ഡിസ്റ്റിങ്ഷൻ ആയിട്ട് വരും. രണ്ടാമത്തെ കാര്യം, ഡോക്ടർ മേരി ജോർജ് പറഞ്ഞ പോലെ ഈ എക്സ്പെൻഡിച്ചർ പാറ്റേൺ നോക്കിയാൽ ഒക്ടോബർ നവംബർ തൊട്ടാണ് റിലീസ് ചെയ്യുന്നത്. ഇതുകൊണ്ടൊരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സിദ്ദിഖ് പറഞ്ഞ കാര്യം ശരിയാണ്, ഇതേ ഗവൺമെൻറ് കാര്യത്തില്ല, ഈ ക്വാളിറ്റി ഓഫ് എക്സ്പെൻഡിച്ചർ ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഫെബ്രുവരി മാർച്ച് നോക്കിയാൽ സമ്മേളനങ്ങളുടെ ഒരു കളിയായിരിക്കും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും. ഒരു വർഷം ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ 30 തൊട്ട് 40 വരെ നാഷണലും ഇൻ്റർനാഷണലും മറ്റേ സെമിനാർ നടത്തുന്നുണ്ട്. ഒരൊറ്റ ഔട്ട്പുട്ട് ഇതിൻ്റെ അതൊന്നും കാണുന്നില്ല. ഒരു കാര്യം പറഞ്ഞിട്ട്, അതായത് ഇപ്പോൾ ഈ ബഞ്ചിങ് ഓഫ് എക്സ്പെൻഡിച്ചർ, അതായത് ചിലവ് മുഴുവൻ അവസാന മാസങ്ങളിലാവുന്ന പ്രതിഭാസത്തെക്കുറിച്ചിട്ട് ഞാനൊരു 10-15 വർഷത്തെ കണക്കുകളെടുത്ത് വിശദമായി പഠിച്ചിട്ടുണ്ട്. ശരിയാണ്, LDFൻ്റെ കാലത്തും UDFൻ്റെ കാലത്തും ബഞ്ചിങ് അവസാന മാസങ്ങളിലാണ് ചിലവാകുന്നത്. പക്ഷേ ഈ നമ്മളിപ്പോൾ ചിലവ് സംബന്ധിച്ചുള്ള എല്ലാ കണക്കുകളും ഇപ്പോൾ പ്ലാൻ സ്പേസിൽ കൃത്യമായിട്ട് പറയും ഉണ്ട്. അതായത് ഇപ്പോൾ നവംബർ ആയപ്പോൾ എത്ര, ഡിസംബർ ആയപ്പോൾ എത്ര, അങ്ങനെ ഓരോ മാസവും അങ്ങനെ കമ്പയർ ചെയ്താലും UDF ഗവൺമെൻറ് മൈൽസ് ബാക്കാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ ഈ ബഞ്ചിങ്ങിൻ്റെ പ്രശ്നമുണ്ട് കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലത്തോട്. പക്ഷേ എങ്ങനെ വന്നാലും ഇപ്പോൾ ഡിസംബറിലെ കണക്കെടുക്കുക, ജനുവരിയിലെ കണക്കെടുക്കുക, ഫെബ്രുവരിയിലെ കണക്കെടുക്കുക, ഒരുപാട് പുറകിലാണ് ചിലവ് കഴിഞ്ഞ LDF ഗവൺമെൻറ്റുമായിട്ട് താരതമ്യം ചെയ്യുമ്പം. എന്ന് മാത്രമല്ല, ഈ നടപ്പ് വർഷം UDF ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ 3 വർഷത്തേക്കാളും ഇപ്പോൾ ഫെബ്രുവരി ആയപ്പോഴും എക്സ്പെൻഡിച്ചർ വളരെ കുറവാണ്. അതെ, അത് മുമ്പില്ലാത്തതാണ്. ശ്രീരാമകൃഷ്ണനിലേക്ക് വരുന്ന മുമ്പ് ഡോക്ടർ മേരി ജോർജ്, ഇപ്പോൾ ഈ പറഞ്ഞ അർത്ഥത്തിൽ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊരു മറുപടി പലതിനും താങ്കൾ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടായിരുന്നു. എന്താണ് കമൻറ്റ് ചെയ്യാൻ ഉള്ളത്? അതായത് ഈ പറഞ്ഞതുപോലെ തന്നെ പ്ലാനിൻ്റെ എക്സ്പെൻഡിച്ചർ ഈ ബഞ്ചിങ് സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഞാൻ ഒന്ന് ഇടപെടട്ടെ. അതായത് ഞാൻ ചോദിക്കാവുന്ന ചോദ്യം ഇതായിരുന്നു, ഇപ്പോഴാണ് അത് ഓർത്ത് കിട്ടിയത്. അതായത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അവസാനത്തെ ബഞ്ചിങ്ങിൽ വരുന്നതിൻ്റെ കാര്യമാണ് ഇപ്പോൾ തർക്കത്തിൽ വന്നത്. അതല്ലാതെ തന്നെ പദ്ധതികൾ പ്രഖ്യാപിച്ച പലതിൻ്റെയും ഉത്തരവുകൾ പോലും ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്നുള്ളൊരു സവിശേഷത കൂടി ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ആ ഒരു കണ്ടെത്തലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതായത് ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഓബ്ലിഗേഷനാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഓബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ സാങ്ക്ടിറ്റി ഉണ്ട്. ആ സാങ്ക്ടിറ്റി ഒരു ഗവൺമെൻറ് കളഞ്ഞു കുളിക്കാൻ പാടില്ല, തീർച്ചയായിട്ടും പാടില്ല. അത് ജനങ്ങളെ കബളിപ്പിക്കലാണ്. അങ്ങനെ ഒരിക്കലും കബളിപ്പിക്കാൻ പാടില്ല. ഞാൻ നോക്കിയിട്ടില്ല, അങ്ങനെ ശ്രദ്ധിച്ച ഒരു പൈസ പോലും ചെലവഴിക്കാത്ത പദ്ധതികൾ ഉണ്ടോ? ഒരു കാര്യം പറഞ്ഞോട്ടെ, കഴിഞ്ഞ ദിവസം ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതായത് ഈ കാർഷിക കുറ്റപത്രം എന്ന് പറഞ്ഞിട്ട് ഇന്നലെ പ്രസ് ക്ലബ്ബിൽ ഹരിതസേന എന്ന് പറഞ്ഞൊരു സ്വതന്ത്ര കർഷക പ്രസ്ഥാനം ഒരു കുറ്റപത്രം അവതരിപ്പിച്ചു. അവർ ഈ കഴിഞ്ഞ 4 വർഷത്തെ 50 പദ്ധതികളെടുത്തു. 1500 കോടി രൂപയോളം അടങ്കലുള്ളതാണ്. ഈ 50 പദ്ധതികളിൽ 4 പദ്ധതികളെ തുടങ്ങിയിട്ടുള്ളൂ. 1850 ഏകദേശം 150 കോടി രൂപ ചിലവാക്കിയിട്ടുള്ളൂ 1500 കോടി രൂപയിൽ. ഇതെല്ലാം അവർക്ക് കിട്ടിയിരിക്കുന്നത് സർക്കാരിൻ്റെ ഡേറ്റയാണ്. അതായത് വിവരാവകാശം വഴി അവർ എടുത്ത വിവരങ്ങളാണ്. അത് മുഴുവൻ ഇതിൻ്റെ ഡീറ്റെയിൽസിലുണ്ട്. അവരെന്നോട് ചോദിച്ച ഒരു കാര്യമാണ്, ഇപ്പോൾ ടീച്ചർ പറഞ്ഞു, ഇത് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് ഒബ്ലിഗേഷൻ ഇല്ലേ സാറേ, ഞങ്ങൾക്ക് കേസിന് പോകാമോ, ഇവരിങ്ങനെ പ്രഖ്യാപിച്ചിട്ട് എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല, കേസിന് പോകാമോ? അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നി, കേസിന് പോകാൻ പറ്റുമോ? കാരണം ഗവൺമെൻറ്റിന് നടപ്പിലാക്കാൻ പറ്റിയില്ല, പൈസ ഇല്ലായിരുന്നു വേണമെങ്കിൽ പറഞ്ഞ് ഒഴിവാവാമല്ലോ എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ടീച്ചർ എന്താ പറയുന്നത്? അല്ല, ഞാനപ്പോൾ അതിന് വേറൊരു കാരണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സപ്ലിമെൻ്ററി ബജറ്റ് എന്ന് പറഞ്ഞ ഒരു ദോഷവശം എല്ലായ്പ്പോഴും ഉണ്ടാകാറുണ്ട്. ബജറ്റിൽ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി ബജറ്റ് അവതരിപ്പിച്ചു, അതുപോലെ തന്നെ ബജറ്റ് ഒരുപാട് ഡിസ്കഷൻസും അമെൻമെൻറ്റ്സും ഒക്കെ നടത്തി പാസ്സാക്കി, അതിൻ്റെ ധനകാര്യ ബില്ലും ഒക്കെ പാസ്സായി കഴിയുമ്പോഴാണ് പല ഘട്ടങ്ങളിലായിട്ട് അസംബ്ലിയിൽ സപ്ലിമെൻ്ററി റിക്വസ്റ്റുമായിട്ട് MLA മാർ വരും. പക്ഷേ ഡോക്ടർ മേരി ജോർജ്, ഈ നൂലാമാലകളൊക്കെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നപ്പോഴും വന്നിട്ടുള്ള കാര്യങ്ങളെ താരതമ്യം ചെയ്ത് നോക്കുമ്പോഴാണ് മുൻപില്ലാത്ത ചില പ്രശ്നങ്ങൾ ഇപ്പോൾ കാണുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ലാലെ, എനിക്ക് പ്രഥമ ദൃഷ്ടിയാ തോന്നുന്ന എൻ്റെ അഭിപ്രായം ഇതാണ് പറയുന്നത്. അതായത് ഇപ്പോൾ മീഡിയകളും പത്രങ്ങളും ഈ പറയപ്പെട്ട ബജറ്റിനെ പറ്റി വളരെ വിശകലനം ചെയ്ത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. പണ്ട് വിവരാവകാശ നിയമമില്ല ഇങ്ങനെ ചോദിച്ചുകൊണ്ട് വരാൻ, അതുപോലെ തന്നെ കുറവായിരുന്നു എന്നാണ് കണ്ടെത്തിയത്. ശ്രീരാമകൃഷ്ണൻ ഈ പ്രശ്നം കുറവായിരുന്നു. ശ്രീരാമകൃഷ്ണൻ, അതായത് ഈ പറഞ്ഞ അർത്ഥത്തിൽ സിദ്ദിഖ് ഉൾപ്പെടെ ഉള്ളവർ ഇപ്പോഴും പറഞ്ഞു നിൽക്കുന്നത് ഓരോ ഭാഗത്തും നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികളിൽ തന്നെയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബഡ്ജറ്റിൽ അവിടെ കണക്കുകളിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കൂടി അത്
ജനങ്ങൾ കേസിന് പോകാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ വലിയ കോടതിയാണ് തീർപ്പ് കൽപ്പിക്കേണ്ടതെന്ന് മറക്കുന്ന ജനങ്ങളാണ് ഈ കേസിനെ കുറിച്ച് അന്വേഷിക്കുന്നത്. നിങ്ങൾ അവിടെ എവിടെയാണ് ഒരു പ്രതീക്ഷ കാണുന്നത്? അല്ല, ഇതിപ്പോൾ പറയുന്നത് കേട്ടാൽ അങ്ങനെ ചർച്ച ചെയ്തൊരു പ്രൊസീജിയറൽ എറർ പോലെയാണ്. ഞാനതിൻ്റെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ റീസൺസിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ബോർഡ് 3000 കോടി രൂപയുടെ മൂലധനം സമാഹരിച്ച് 25,000 കോടി രൂപയുടെ ബോണ്ട് ഇറക്കി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലേക്ക് പോകും. ഉത്തരവ് പോലും ഇറങ്ങിയില്ല. പിന്നെ ഹൗസിംഗ് ഫണ്ട് 162 കോടി, ഇൻ്റഗ്രേറ്റഡ് ഹൗസിംഗ് സ്കീം 180 കോടി, ഗൃഹശ്രീ 10 കോടി. ഇത് മൂന്നും കൂടി മിക്സപ്പ് ചെയ്തിട്ട് ഒരു വലിയ ബൃഹത്തായ ഗൃഹനിർമ്മാണ പദ്ധതി, സമ്പൂർണ്ണ ഭവന നിർമ്മാണ പദ്ധതി EMS ഭവന നിർമ്മാണ പദ്ധതിക്ക് ബദലായിട്ട് പ്രഖ്യാപിച്ചതാണ്. നടന്നില്ല. അതിൻ്റെ പേരിൽ സെസ് പിരിച്ചിട്ട് 482 കോടി രൂപ സമാഹരിച്ചു, അത് വകമാറ്റി ചെലവഴിച്ചു. സമ്പൂർണ്ണ ആരോഗ്യ കേരളം 500 കോടി രൂപ പ്രഖ്യാപിച്ച ബഡ്ജറ്റിൽ ഒന്നും നടന്നില്ല. സിദ്ദീഖിന് വേണ്ടി ഞാൻ കുറച്ച് സംഗതികൾ വായിക്കാം. 90% സർക്കാർ പ്രീമിയത്തോടെ കർഷകർക്ക് ഇൻകം ഗ്യാരണ്ടി വില നിർണ്ണയാവകാശം ഉത്തരവിറങ്ങിയില്ല. കർഷകർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടായില്ല. അഗ്രികൾച്ചർ കാർഡ് ഉണ്ടായില്ല. ഹൈടെക് കാർഷിക പദ്ധതി ഉണ്ടായില്ല. ഉൽപ്പന്ന വിപണനത്തിന് 5 ലക്ഷം വരെ പലിശരഹിത വായ്പ ഉണ്ടായില്ല. ചെറുകിട കൃഷിക്കാർക്ക് പലിശരഹിത വായ്പ, സംയോജിത കൃഷിത്തോട്ട പദ്ധതി ഇതൊന്നും ഉണ്ടായില്ല. റൈസ് ബയോ പാർക്ക് നേരത്തെ അദ്ദേഹം പറഞ്ഞു, കോക്കനട്ട് ബയോ പാർക്ക് ആരംഭിച്ചില്ല. കൃഷിഭവനുമായി ചേർന്ന് കരാർ ഭൂമി ചെറുകിട കൃഷിക്കാർക്ക് കൊടുക്കുന്ന പരിപാടി, ചെറുകിട കൃഷിക്കാർക്ക് 300 രൂപ പെൻഷൻ, കിസാൻ പാസ്ബുക്ക്, കാർഷിക ഇൻഷുറൻസ് ഇതൊന്നും ഉണ്ടായില്ല. ഇത് ഞാൻ ഒരു കാർഷിക സൗഹൃദ ബഡ്ജറ്റിൽ നിന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ബഡ്ജറ്റിലെ കൃഷിക്കാരോട് എടുത്ത സമീപനത്തെക്കുറിച്ചാണ്. അതിന് പുറമെയാണ് ഇപ്പോൾ ഇവർ പറഞ്ഞ ഈ കാർഷിക കുറ്റപത്രം വരുന്നത്. ടി സിദ്ദിഖ്, അതായത് നടപ്പിലാക്കിയ പദ്ധതികൾ എണ്ണി പറയേണ്ട ഈ സമയത്താണ് ശ്രീരാമകൃഷ്ണൻ ഇവിടെ ഇരുന്ന് നടപ്പിലാക്കാത്ത, നിങ്ങൾ പ്രഖ്യാപിച്ച ബഡ്ജറ്റിൽ തന്നെ പറഞ്ഞ കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ടും സമയം തികയാതെ പോകുന്നത്. നടപ്പിലാക്കിയ കാര്യങ്ങൾ കൂടി നിങ്ങൾ ബഡ്ജറ്റിൽ പറഞ്ഞ് തുക നീക്കി വെച്ച് നടപ്പിലാക്കിയ കാര്യങ്ങൾ കൂടി ഇതുപോലെ എണ്ണി പറഞ്ഞു കൊടുക്കൂ സിദ്ദിഖ്. ഒന്ന് ഞങ്ങൾ എണ്ണി പറയാൻ തുടങ്ങിയാൽ അതിന് സമയം കിട്ടൂല. സിദ്ദിഖ് സ്ഥിരം എണ്ണുന്നത് പോലെ ആകരുത്. ഒന്ന് ഇടതുപക്ഷ ജനാധിപത്യ അല്ല പറയാ, ഒന്ന് ശ്രീരാമകൃഷ്ണൻ പറഞ്ഞതിൻ്റെ കണക്കും കാര്യങ്ങളും എത്രത്തോളം കേരളത്തിൽ വന്നു എന്നുള്ളത് കേരളത്തിലെ കാർഷിക മേഖലയിലും ജൈവ പരിരക്ഷാ മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകളും അതിന്റെ സംഘടനകളും എത്രത്തോളം കേരളത്തിലെ എന്നുള്ള കാര്യമടക്കം നിരവധി സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ ഓരോ പദ്ധതി പറയാം. ഇടതുപക്ഷ ഗവൺമെൻറ് ഞങ്ങൾ കേരളത്തിൽ ബഡ്ജറ്റിൽ ഞങ്ങൾ പ്രഖ്യാപിച്ചു, കേരളത്തിൽ ഞങ്ങൾ ഏറ്റവും പരമപ്രധാനമായി ലോട്ടറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിച്ച് അത് ഞങ്ങൾ കരുതലിൻ്റെ മേഖലകളിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചപ്പോൾ സാന്റിയാഗോ മാർട്ടിൻ, പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ല, സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധപ്പെട്ടാണ് പോയത്. ഞങ്ങൾ ഭരിച്ചപ്പോൾ അത് മുഴുവൻ പോയത് കേരളത്തിലെ പാവങ്ങളായിട്ടുള്ള 1,25,000-ഓളം വരുന്ന ആളുകൾക്ക് ഇപ്പോൾ അതിൽ നിന്ന് പണം കൊടുത്തിരിക്കുക 1,400-ഓളം കോടി രൂപ ഇപ്പോൾ അതിൻ്റെ എക്സ്പെൻഡിച്ചറായി വന്നിരിക്കും. എത്രേ? 400 കോടി രൂപ പരസ്യത്തിന്. കേട്ടില്ല, എന്തോന്ന് പറഞ്ഞു? അതിൽ കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. ടീച്ചർ പറയുന്നത് 5,000 കോടി രൂപ സമാഹരിച്ചിട്ട് 1,200 കോടി രൂപയാണ് ലോട്ടറി കിട്ടിയതെന്നാണ്. ലോട്ടറി എക്സ്പെൻസ് 3,800 കോടി ചെലവഴിച്ചു എന്നാണ് ഡോക്ടർ മേരി ജോർജ് ഇതാ പറയുന്നു. 1,200 കോടി അല്ല, 500 കോടി ലോട്ടറി എക്സ്പെൻസസ് ഉണ്ടായിട്ടുണ്ട്. ലോട്ടറിയുടെ സമ്മാനങ്ങളും ലോട്ടറിയുടെ അനുബന്ധമായിട്ടുള്ള ചെലവുകളും ഇതെല്ലാം തന്നെ സ്വാഭാവികമായി ഉണ്ടാകും. അതിന്റെ പരസ്യങ്ങൾ ഉണ്ടാകും. പക്ഷെ ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഫണ്ട് കണ്ടെത്താനുള്ള സമീപനം അല്ല അവിടെ സ്വീകരിച്ചത് എന്നുള്ളതാണ്. മറിച്ച് ഇവിടെയുള്ളതായിരിക്കുന്ന പാവങ്ങൾക്ക് ചാനലൈസ് ചെയ്യാനുള്ള ശ്രമമാണ് കാരുണ്യയിലൂടെ ശ്രമം നടന്നത്. കേരളത്തിൽ അവസാനം ഒരു മെഡിക്കൽ കോളേജ് വന്നത് ഏകദേശം 26 വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ മെഡിക്കൽ കോളേജാണ്. ഇപ്പോൾ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് ഫണ്ട് കണ്ടെത്താൻ കഷ്ടപ്പെട്ട ഒരു സ്റ്റേറ്റാണ് നമ്മുടെ കേരളം. മൂലധന നിക്ഷേപങ്ങളിലേക്ക് ഫണ്ട് ഇറക്കാൻ പ്രധാനപ്പെട്ട ഒരു മാർഗവും കണ്ടെത്താതെ പുതിയ PPP മോഡൽ, നമ്മൾ ഈ ബഡ്ജറ്റിൻ്റെ ഒരു പുതിയ സമീപനമാണ് PPP മോഡൽ. ആ PPP മോഡലിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷം എത്താത്തതിൻ്റെ ഒരു സമീപനം കേരളത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷവും അവരുടെ വികസന കോൺഗ്രസിൽ PPP സമീപനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ ഓരോന്ന് പുതിയതായി ഡെവലപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ കേരളത്തിലെ പുതിയ മെഡിക്കൽ കോളേജുകൾ നമ്മൾ വന്നു, പുതിയ താലൂക്കുകൾ വന്നു. താലൂക്ക് വരുമ്പോൾ സ്വാഭാവികമായി അതോടനുബന്ധിച്ച് പുതിയ കുറേ എക്സ്പെൻസസും സാധനങ്ങളും കേരളത്തിൽ വരും.
അങ്ങനെ സിദ്ദിഖ്, അതൊക്കെ സാധാരണ ഏത് സർക്കാർ വന്നാലും നടക്കുന്ന റൂട്ടീനായ കാര്യങ്ങളുടെ ഭാഗം മാത്രമായിട്ടുള്ളതാണ്. ഇവിടെ നിങ്ങൾ പ്രഖ്യാപിച്ച സിദ്ദിഖിന്റെ സ്വപ്ന പദ്ധതികളൊക്കെ തന്നെ നിങ്ങളുടെ കാലത്ത് പ്രഖ്യാപിച്ച് തുടങ്ങിയത് എണ്ണി പറയാൻ പറഞ്ഞപ്പോ അതൊന്നും ഇതുവരെയും സിദ്ദിഖ് പറഞ്ഞിട്ടില്ല. കൊച്ചി മെട്രോയിലും വിഴിഞ്ഞത്തിലും നിൽക്കല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിച്ച സന്ദർഭത്തിൽ കേരളത്തിൽ ഒരു മെഡിക്കൽ കോളേജ് വന്നോ? ഞങ്ങൾ പ്രഖ്യാപിച്ചു, ഞങ്ങൾ കൊണ്ടുവന്നു. ഞങ്ങൾ SC മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചു, ഞങ്ങൾ കൊണ്ടുവന്നു. ഞങ്ങൾ ഓരോ സമീപനം സ്വീകരിച്ചു. ഞങ്ങൾ പുതിയ താലൂക്കുകൾ പ്രഖ്യാപിച്ചു. എന്തേ, ഇടതുപക്ഷം കേരളം ഭരിച്ചിരുന്നല്ലോ, കേരളത്തിൽ പുതിയ താലൂക്കുകൾ ഉണ്ടായോ? ശ്രീരാമകൃഷ്ണൻ, കേരളത്തിൽ ജനറിക് മെഡിസിൻ ഞങ്ങൾ ഫ്രീ ആക്കി, ഞങ്ങൾ പ്രഖ്യാപിച്ചു, ഞങ്ങൾ ഫ്രീ ആക്കി. ഞങ്ങൾ സുഹൃതം പദ്ധതി പ്രഖ്യാപിച്ചു. ഞാൻ എൻ്റെ അടുത്ത സുഹൃത്താണെങ്കിലും അദ്ദേഹം കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ ലിസ്റ്റ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ UDF ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസ് അല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്, ബഡ്ജറ്റിനെ സംബന്ധിച്ചാണ്. ബഡ്ജറ്റിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ ബഡ്ജറ്റുകളിൽ പ്രഖ്യാപിച്ചത് എന്താണ്, അത് നടപ്പിലാക്കിയോ? അപ്പോൾ അത് നടപ്പിലാക്കാത്ത ഗവൺമെൻറ് ഇത്തവണ എന്താണ് ആത്മാർത്ഥത? ഇപ്പോൾ ഞാനത് കാർഷിക മേഖല മാത്രം പറഞ്ഞു, ഇനി വേറെ കുറേ മേഖലകൾ എനിക്ക് പറയാൻ പറ്റും. ഇപ്പോൾ FACTയിൽ വൈദ്യുതി നിലയം കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ചതാണ്. വൈദ്യുതി ഉൽപ്പാദനത്തിനുണ്ട് ചീമേനി നിലയം പുതുതായിട്ട് ആരംഭിക്കും. വൻകിട കുടിവെള്ള പദ്ധതികൾ ഒന്നും ഉണ്ടായില്ല. ഡിജിറ്റൽ കേരള പദ്ധതി, 1.25 കോടി വീടുകൾ. സ്വയം സംരംഭകത്വ മിഷൻ്റെ ഭാഗമായിട്ട് സ്വയം തൊഴിൽ സംരംഭകത്വ പരിപാടി. പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് നീക്കിവെച്ച തുകയുമായി ബന്ധപ്പെട്ട കണക്ക് പുറത്തു വന്നു. ചെലവഴിക്കാൻ സാധിച്ചത് ഈ അഡ്വാൻസ് കൊടുക്കാത്തതിൻ്റെ ഭാഗമായിട്ട് ഈ നൂലാമാലകളിൽ പെട്ട് പ്രാദേശിക ഭരണകൂടങ്ങൾ കുടുങ്ങിയിട്ടാണ് ഇത് ചെലവഴിക്കാൻ കഴിയാതെ വന്നത്. അതിൻ്റെ കാരണങ്ങളിലേക്ക് പോയാൽ വളരെ രസകരമായുള്ള അനുഭവങ്ങൾ താഴെ തട്ടുന്നുള്ള ആളുകൾക്ക് പറയാനുണ്ടാവും.